എൻ്റെ പൊന്നോ, നോക്കിയേ സുഹൃത്തുക്കളെ, വല്ലാത്തൊരു ഫീൽ കേട്ടാ. എന്തൊരു കാറ്റ്, എന്തൊരു കളറ്, അയ്യോ എന്ത് മനോഹരം, എന്ത് മനോഹരം. വല്ലാത്ത ഫീൽ. നോക്ക്, മലകളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ആ ഷേപ്പ് നമ്മൾ വരച്ചതുപോലെ, ആർട്ടിസ്റ്റ് വരച്ചതുപോലെ അങ്ങനെ ഇരിക്കണം. അയ്യോ നല്ലൊരു ഫീൽ സുഹൃത്തുക്കളെ, അടിപൊളി മനോഹരം. കാറ്റുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഐസ് കാറ്റാണ് അടിക്കണത്. നിങ്ങൾക്ക് കേൾക്കാമോ? എനിക്ക് ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് അറിയത്തില്ല, അത്ര ശബ്ദത്തിലാണ് ഞാൻ പറയുന്നത്. വല്ലാത്ത ഫീലാണ്, ഒരു രക്ഷയില്ല സുഹൃത്തുക്കളെ. പ്രത്യേക ഒരു അനുഭൂതി, ഒരു രക്ഷയില്ല. അടിപൊളി കാറ്റ്, നല്ല തണുത്ത കാറ്റ്, വെയിലില്ല, മഴയില്ല, ക്ലൈമറ്റ് ഇങ്ങനെ മൂടാപ്പ് പോലെ നിൽക്കുകയാണ്. എങ്കിലും കണ്ണിന് നല്ല മനോഹരമായ മലകൾ കാണാൻ പറ്റുന്നുണ്ട്. നല്ല പച്ചപ്പും കരുതാവും എല്ലാം ഉണ്ട്. ആൾക്കാർ നല്ല വൈബായിട്ട് ഇവിടെ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വീട്ടിൽ കുത്തിയിരിക്കരുത്. ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉള്ളു ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇതുപോലെ സ്ഥലത്ത് വരിക. ഞാനിപ്പോൾ ഫുൾ ഫ്രീ ആണ്. വൈറ്റ് പേപ്പർ പോലെ ഇരിക്കുകയാണ്. ഒരു കുത്തുപോലും ഇല്ല എൻ്റെ കറുപ്പ്. അത്രയ്ക്ക് ഫീലാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ഫീലാണ്, ഒന്നും പറയാനില്ല. എന്താ എനിക്ക് ഈ സൂര്യപ്രകാശം ഇല്ലാത്തപ്പോഴുള്ള ഇതാണ് കാണാൻ എനിക്ക് കൂടുതൽ തോന്നുന്നത്. നമ്മൾ ഈ ആർട്ടിസ്റ്റുകൾ വരച്ചതുപോലെ, ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വരയ്ക്കില്ലേ, ഇങ്ങനെ വരയ്ക്കുന്ന കണക്കുള്ള ഒരു നോക്കുന്നത് കണ്ട കാറ്റോണ്ട് നിൽക്കാൻ പറ്റില്ല സുഹൃത്തുക്കൾ. നോക്കി എന്താണ് നോക്കിക്കേണ്ടതാ, ആർട്ടിസ്റ്റ് ഇങ്ങനെ വരച്ചെടുത്തതുപോലെ ഇരിക്കുന്നത് കണ്ടാ, നോക്കി കണ്ടാ, വരച്ചതുപോലെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. നമ്മുടെ സൂര്യപ്രകാശം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് വൈബാകുമായിരുന്നു. കണ്ടാ നോക്കി, എന്തൊരു രസകരമായ കാഴ്ചകൾ.